വലിയ സ്നേഹമാണ് ഈ അച്ഛനും മകനോട്. പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാർഗം അല്പം തെറ്റായിപ്പോയെന്ന് മാത്രം. ഒരാളും കുഞ്ഞുങ്ങളോട് ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഈ പാട്ടൊക്കെ കേൾപ്പിച്ച് ഇവനെ മയക്കാമെന്ന് കരുതിയെങ്കിൽ തെറ്റി. പാല് കൊടുത്തോ കഥ പറഞ്ഞോ ഇവനെ വീഴ്ത്താമെന്നും കരുതണ്ട. പക്ഷെ ഒരു പാക്കറ്റ് മാൽബറോ സിഗരറ്റ് നൽകിയാൽ ഈ 2 വയസ്സുകാരൻ ഹാപ്പി. അൽദി റിസാൽ എന്ന ഇന്തോനേഷ്യൻ ബാലനാണ് 2ാമത്തെ വയസ്സിൽ തന്നെ കടുത്ത പുകവലിക്കാരനായത്. കാര്യമായി സംസാരിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും സിഗരറ്റും വലിച്ചുള്ള ഇവന്റെ ഇരിപ്പ് കാരണവന്മാരെ പോലെ തന്നെ. ഒരു ദിവസം 40 സിഗരറ്റാണത്രേ ഇവൻ വലിക്കുന്നത്. അതും മാൽബറോ തന്നെ വേണമെന്ന് നിർബന്ധം. 1.5 വയസ്സിൽ ഇവനെ സിഗരറ്റ് വലി പഠിപ്പിച്ചത് അവന്റെ അച്ഛൻ തന്നെ. ആദ്യം ചുണ്ടിൽ സിഗരറ്റ് വെച്ച് നൽകിയെങ്കിൽ പിന്നീട് അവൻ സിഗരറ്റ് ആവശ്യപ്പെടാൻ തുടങ്ങി. പൊതുവെ ശാന്തനാണ് അൽദി. പക്ഷേ സിഗരറ്റ് കിട്ടിയില്ലെങ്കിൽ കളി മാറും. ഉറക്കെ അലറും, തല ഭിത്തിയിലിടിക്കും, കയ്യിൽ കിട്ടുന്നതെന്തും എടുത്ത് എറിയും. മീൻപിടുത്തക്കാരനായ പിതാവ് മുഹമ്മദ് ഇപ്പോൾ 250 രൂപയാണ് ഒരു ദിവസം മകന് സിഗരറ്റിനായി ചെലവഴിക്കുന്നത്. മകൻ ഇത്രയും സിഗരറ്റ് വലിച്ചു തള്ളുമ്പോഴും പിതാവിന് കുലുക്കമൊന്നുമില്ല. സിഗരറ്റ് വലി കൊണ്ട് മകനൊരു പ്രശ്നവുമില്ലെന്നാണ് ഇയാളുടെ നിലപാട്. വാർത്തയറിഞ്ഞ് ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ അൽദിയുടെ പുകവലി നിർത്താനുള്ള കഠിന പരിശ്രമത്തിലാണ്. ഇവരോടും അൽദി സിഗരറ്റ് ആവശ്യപ്പെടുമത്രേ. മാതാപിതാക്കളുടെ വിവരക്കേട് കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിന് ഇതിൽ പരം വേറൊരു സാക്ഷ്യം വേണോ എന്നാണ് അൽദിയെ നോക്കുന്ന സന്നദ്ധ പ്രവർത്തകർ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.